ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശന കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ വരുന്നു. സർക്കാരിന്റെ നിലപാട് എന്താകും എന്ന ചോദ്യം ഉയരുന്നു. അഴകുഴമ്പൻ സമീപനം തന്നെയാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. എങ്ങനെയും അഭിപ്രായം പറയാതെ മാറി മറിഞ്ഞു നിൽക്കാൻ പറ്റുമെന്ന് ആലോചിക്കുന്നു. നമുക്ക് ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ട്, രണ്ട് തവണ രണ്ട് അഭിപ്രായം. അപ്പൊ യുവതീ പ്രവേശന സമയത്ത് ഈ വിവാദം ഇങ്ങനെ ആളിക്കത്തുമ്പോൾ ഈ സർക്കാരിന്റെ നിലപാടിനെതിരെ ശക്തിയുക്തം എതിർത്ത് നിന്ന ഒരുപാട് പേരുണ്ട്. വലിയൊരു സമര പോരാട്ടം നമ്മൾ കണ്ടതാണ്. അതിന്റെ വിജയം നമ്മൾ കണ്ടതാണ്. എത്രയോ പേർ കേസിൽ അകപ്പെട്ടു പോയത് കണ്ടതാണ്. പക്ഷെ എല്ലാം മറന്ന് അയ്യനിൽ മാത്രം മനസ്സർപ്പിച്ച് പ്രതികരിച്ച നിരവധി പേരുണ്ട്. അതിന് നായകത്വം വഹിച്ച ഒരാളുണ്ട്. ശബരിമല കർമ്മസമിതിയുടെ ജനറൽ കൺവീനർ ശ്രീ SJR കുമാർ. അദ്ദേഹം ഈ പ്രഭാതത്തിൽ പുത്തൻ പുലരിയിൽ നമുക്ക് ചേരുകയാണ്. ശ്രീ SJR കുമാർ, സ്വാഗതം. ഗുഡ് മോർണിംഗ്. ശ്രീ SJR കുമാർ, അതായത് ശബരിമല യുവതീ പ്രവേശന കേസ് വീണ്ടും കോടതിയിലേക്ക് എത്തുകയാണ്. എന്ത് നിലപാടാകും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക എന്ന ചോദ്യം അവിടെ നിൽപ്പുണ്ട്. നോക്കൂ, എന്താണ് ഇന്ന് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? കോടതിയിൽ നിന്ന് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ 9-അംഗ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നേരത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നെങ്കിലും അന്ന് പല കാരണങ്ങളും അത് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം തുടക്കത്തിൽ തന്നെ ഒരു തടസ്സമാണ് പലരും സൃഷ്ടിച്ചത്. അതായത് 5-അംഗ ബെഞ്ചിന് ഇത് ഒരു 9-അംഗ ബെഞ്ചിലേക്ക് ഇത് റെഫർ ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്നുള്ള തരത്തിലേക്കൊക്കെ ചില ചോദ്യങ്ങൾ വന്നു. അതിന് വളരെ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. നമുക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ തന്നെ ആവശ്യപ്പെട്ടതാണ് ഒരു ഹയർ ബെഞ്ചിലേക്ക് പോകണം എന്നുള്ളതും. വിശാലമായ ചില ജഡ്ജ്മെൻറ്റ് വന്നാൽ മാത്രമേ ഇനി ഭാവിയിലെങ്കിലും ഇത്തരം വിഷയങ്ങൾ, ക്ഷേത്രങ്ങളുടെ വിഷയങ്ങൾ, ആചാരപര വിഷയങ്ങളൊക്കെ കോടതിയിൽ വന്ന അനാവശ്യമായ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതെ പരമ്പരാഗതമായ ക്ഷേത്ര രീതിയിൽ തന്നെ നമ്മുടെ വിവിധ ക്ഷേത്രങ്ങളിലൊക്കെ ധാരാളം കാര്യങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട് കാലാകാലങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷമായിട്ട്. അതിനെല്ലാം പരിഹരിക്കുന്നതിനുള്ള സംവിധാനം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സംവിധാനത്തിനുണ്ട്. അതിന് പകരം ഇത് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കോടതിയിലൊക്കെ പോയിട്ട് ഇങ്ങനെ വളരെ മോശമായ തരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ഇത്തരത്തിൽ സംവിധാനത്തിലേക്ക് തിരിച്ചു വരണം. എങ്ങനെയായിരുന്നോ കാലാകാലങ്ങളായിട്ട് നടന്നത് അത്തരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു വിശാലമായിട്ടൊരു ബെഞ്ചിൻ്റെ ഒരു ഇതിലേക്കാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത്തരത്തിൽ വന്നു. പക്ഷേ അതിന് മാർഗദർശനം സൃഷ്ടിക്കാനായിട്ട് പലരും ശ്രമിച്ചു. അതിന് പക്ഷേ കേസ് ഒരു 2-3 സിറ്റിംഗ് അതിന് തന്നെ പോയി. കാരണം ഈ വിഷയം പക്ഷേ തീർച്ചയായിട്ടും കോടതി അതൊന്നും അംഗീകരിച്ചില്ല. 5-അംഗ ബെഞ്ചിന് റെഫർ ചെയ്യേണ്ട പ്രത്യേകിച്ച് ചില കാരണങ്ങളുണ്ടായിരുന്നു. നമ്മൾ തന്നെ ചൂണ്ടിക്കാട്ടിയൊരു പ്രധാന വിഷയം, അത് അറിയേണ്ട വിഷയമാണ്, ഞാനത് പറയുകയാണ്. അതായത് 1950 ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച്, 5 അംഗങ്ങളുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു 1950 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം. അന്ന് നമ്മൾ അറിയേണ്ട കാര്യം, അന്ന് സുപ്രീം കോടതിയിൽ ആകെ ഉണ്ടായിരുന്ന ജഡ്ജിമാരുടെ എണ്ണം 7 ആയിരുന്നു. 7 പേരിൽ ബഹുഭൂരിപക്ഷമായി 5 പേരെ വെച്ചിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഫോം ചെയ്യുന്നതെങ്കിൽ ഇന്ന് 33-ൽ പരം, ഞാനീ പറഞ്ഞ കേസ് നടക്കുന്ന 2018 ഉള്ള സമയത്ത് വീണ്ടും 5 അപ്പോൾ തീർച്ചയായിട്ടും ഭാരതത്തെ മൊത്തം ബാധിക്കുന്ന അല്ലെങ്കിൽ ഒരു ജനസഞ്ചയത്തെ മുഴുവൻ ബാധിക്കുന്നതായിട്ടുള്ള അത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് 5 അംഗം പോരാ. അത് തീർച്ചയായിട്ടും അത് വികസിപ്പിക്കണം എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ 5-അംഗ ബെഞ്ചിൻ്റെ വിധിയിൽ തന്നെ അത് പറയുന്നുണ്ട് ആ വിഷയം. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അധികാരമുണ്ട്, അത്തരത്തിൽ വേണമെന്ന് തീരുമാനിച്ചു. പിന്നെ ഈ വിഷയമായിട്ട് മുന്നോട്ട് പോയി. ഒരു 2 സിറ്റിംഗ് പിന്നെ നടന്നു. പല കാര്യങ്ങൾ, എന്തൊക്കെ വിഷയങ്ങൾ ടേക്കപ്പ് ചെയ്യണം, ഇത്തരത്തെക്കുറിച്ചൊക്കെ ചർച്ച നടന്നു. പക്ഷേ അതിനിടയ്ക്ക് നമുക്കറിയാം, ഒരു കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വൈറസ് അറ്റാക്ക് വളരെ വ്യാപകമായിട്ട് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെയും അതുപോലെ വക്കീലന്മാരെയും സ്റ്റാഫിനെയൊക്കെ ബാധിച്ചു. സുപ്രീം കോടതി കുറച്ച് ദിവസത്തേക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നിർത്തേണ്ടി വന്നു. പിന്നെ തുടർന്ന് നമുക്കറിയാം കോവിഡിൻ്റെ വരവോടുകൂടി ഈ കാര്യങ്ങളൊക്കെ കൈവിട്ടുപോയി. അതുകൊണ്ട് ആ ബെഞ്ച് ഇരിക്കാൻ സാധിച്ചില്ല. ഇന്ന് അവർ പലരും റിട്ടയർ ചെയ്തു, അത്തരത്തിൽ മാറി. അപ്പോൾ പുതിയൊരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട ചില പ്രൊസീജിയറൽ മാറ്റേഴ്സ് ഉണ്ട്. ചില IAകളും അതുപോലെ തന്നെ ചില ഇതുവരെ ഫയൽ സ്വീകരിക്കാത്ത ചില റിവ്യൂ പെറ്റീഷൻസും ഒക്കെ സ്വീകരിക്കുകയും തുടർന്നുള്ള നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയറൽ ആയിരിക്കും എന്നാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ച് കേരള സർക്കാരിനും ദേവസ്വം ബോർഡിനും ഒക്കെ അവരുടെ നിലപാട് തിരുത്തുന്നതിൻ്റെ ഒരു അവസരം ശരിക്കും ഉണ്ട്. അത് അവരെന്താണ് അവരുടെ നിലപാടെന്ന് നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കും. ശ്രീ SJR കുമാർ,
ലിംഗസമത്വം ആരാധനാ സ്വാതന്ത്ര്യത്തിൽ ഭരണഘടന നൽകുന്ന ഉറപ്പാണെന്നാണ് അന്ന് സംസ്ഥാന സർക്കാർ വാദിച്ച് ഈ സുപ്രീം കോടതി ഉത്തരവ് വന്നുടനെ തന്നെ ധൃതിപ്പെട്ട് നടപ്പിലാക്കുന്നത്. അപ്പോഴും അവിടെ ഒരു ചോദ്യം, ലിംഗസമത്വം ശബരിമലയിൽ അന്നും ഇന്നും എന്നുമുണ്ട്, യുവതീ പ്രവേശനത്തിന് മാത്രമാണ് അവിടെ വിലക്ക്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ആചാരലംഘനം നടത്തിയ യുവതികളെ കയറ്റി, പക്ഷേ അതിൽ ഏറ്റവും ഒരു റിവഞ്ച് ആയിട്ട് നമുക്ക് തോന്നിയത് വിശ്വാസികളെ അല്ല കയറ്റിയത്, മറിച്ച് ഈ ഭക്തവിരുദ്ധ നിലപാടുകളുള്ള ആക്ടിവിസ്റ്റുകളാണ് അവിടെ കയറ്റിയത്. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം സംസ്ഥാന സർക്കാർ, അതേ പിണറായി സർക്കാർ ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നു. ശരിക്കും ഈ സംസ്ഥാന സർക്കാരിൻ്റെ പൊള്ളയായ കപടവാദമല്ലേ അഴിഞ്ഞു വീഴുന്നത്? എന്ത് വിരോധാഭാസമാണ് ഇതെങ്ങനെ നമുക്ക് ഭക്തരെ ഒന്ന് അറിയിപ്പിക്കാം? അശ്വതി പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് ശബരിമലയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എപ്പോഴും പോകുന്നത് ആരാണ്? അയ്യപ്പനെ അത്രമാത്രം സ്നേഹിക്കുന്നവർ, അയ്യപ്പനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർ, ഒരു മലയിറക്കം കഴിഞ്ഞാൽ അടുത്ത മലകയറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ, കിട്ടുന്ന പൈസയുടെ ഒരു വിഹിതം കുടുക്കയിൽ മാറ്റിയിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ, വ്രതമെടുക്കുന്നവർ, ചെരുപ്പിടാതെ നഗ്നപാതരായി കല്ലും മുള്ളും ചവിട്ടി മല കയറുന്നവർ, എത്രയോ മണിക്കൂർ ക്യൂ നിൽക്കുന്നവർ, അവർക്ക് അടിസ്ഥാന സൗകര്യം പോലും ഒരുക്കാത്ത ദേവസ്വം ബോർഡിനെ നോക്കി നിൽക്കേണ്ടി വരുന്നവർ, ദാഹജലം പോലും കിട്ടാതെ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്ന 1, 2, 3 വയസ്സായ കുഞ്ഞുങ്ങൾ, 70, 75, 80 വയസ്സായവർ ഒക്കെ തന്നെ എടുത്താൽ കൃഷ്ണകുമാർ, അവിടെ വെള്ളം കിട്ടാതെ എത്ര പേരാണ് ആദ്യത്തെ ഒരാഴ്ച ആകെ താളം തെറ്റിയ അവസ്ഥയായിരുന്നു. ഈ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നാണ്. പക്ഷേ ഗോവിന്ദൻ മാസ്റ്റർ പ്ലാൻ ആയിരിക്കും, അല്ലെ? ഗോവിന്ദൻ മാസ്റ്റർ പ്ലാൻ ആയിരിക്കും. എല്ലാം ഗോവിന്ദയായി. ഏതായാലും വളരെ ദയനീയമായൊരു അവസ്ഥയായിരുന്നു സന്നിധാനത്ത്. അപ്പോൾ ഭക്തരെ പരിഗണിക്കുന്നില്ല. അതെ, അയ്യന്റെ സ്വർണം മുഴുവൻ കട്ടെടുക്കുന്നു. ശബരിമലയിൽ സ്വർണ്ണമാണ് കട്ടതെങ്കിൽ പമ്പയിൽ വന്നപ്പോൾ പണമായി അത് മാറി. അപ്പോൾ വിശ്വാസമില്ലാത്തവർ ഇതിനെയൊക്കെ നയിക്കുന്നതിന്റെ ദുരവസ്ഥയാണ് നമ്മൾ ഈ കാണേണ്ടി വരുന്നത്. എനിക്കതിലൊരു സംശയം കൂടിയുണ്ട് കൃഷ്ണരാജ്. അന്ന് 2000 കൃത്യമായി വർഷം ഞാൻ ഓർക്കുന്നില്ല, യുവതീ പ്രവേശന സമയത്ത് ഈ സർക്കാർ ഈ യുവതികൾക്ക് വേണ്ടി ഒരു നിലപാട് സ്വീകരിക്കുന്നു. അതും ഞാനടക്കമുള്ള സ്ത്രീകൾ അന്നും ഇന്നും എന്നും അതിനെതിരാണ്. പക്ഷേ അല്ലാതെ വിശ്വാസികളായ സ്ത്രീകൾ അതിനെതിരാണ്. അതെ, തീർച്ചയായും ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത് ശരിയായ വാക്കല്ല, ക്ഷമിക്കണം, ഈ ആക്ടിവിസ്റ്റുകൾ, അതായത് ഭക്തവിരുദ്ധ ആക്ടിവിസ്റ്റുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. എന്തായാലും നമ്മുടെ അതിഥി തയ്യാറാണ്, SJR കുമാർ. ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അതായത് അന്ന് ഈ അവിശ്വാസികളായ സ്ത്രീകളെ, ഭക്തവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ആക്ടിവിസ്റ്റുകളെ ഈ KSRTC ബസ്സിൽ മറയാക്കി ഒക്കെ ശബരിമലയിൽ എത്തിക്കുന്നു. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ഈ ഭക്തർക്ക് വേണ്ടി നിൽക്കുന്ന സംസ്ഥാന സർക്കാർ ഒരു അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു. എന്തൊരു വിരോധാഭാസമാണ്! എങ്ങനെയാണ് വർഷങ്ങൾക്കുള്ളിൽ വനിതാമതിൽ അടക്കം കെട്ടിപ്പടുത്തുയർത്തിയ സർക്കാരിന് ഇങ്ങനെ നിറമാറാൻ കഴിയുന്നത്? പൊതുജനത്തെ നമുക്കിത് എങ്ങനെ ബോധിപ്പിക്കാം? തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ കേസ് നമ്മൾ കാണുന്ന പോലെ ഈ അടുത്ത കാലത്ത് ഈ ശബരിമലയുടെ വിഷയം അല്ല. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന തന്നെ ഇതിൻ്റെ പിന്നിലുണ്ട്. അത് അങ്ങനെ ഉണ്ട് എന്നുള്ളത് കേസിൽ പെറ്റീഷണേഴ്സായിട്ട് വന്നിരിക്കുന്ന വനിതകൾ തന്നെ ചൂണ്ടിക്കാണിച്ച വിഷയമാണ്. ഞാനത് പല പ്രാവശ്യം ജനം TV തന്നെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാനൊന്നും റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളതിനകത്ത് കൃത്യമായിട്ട് ഇടപെടുകയും അവരെ അത് മനസ്സിലാക്കുകയും ചെയ്തു. 3 പെറ്റീഷണേഴ്സ്, 5 പേരുള്ള 3 പേര് പിൻവാങ്ങുകയും ചെയ്തൊരു കേസാണ്. കേസിൻ്റെ വിധി വരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ അത്തരത്തിൽ അവർ പിൻവാങ്ങുന്ന സമയത്ത് അവർ തന്നെ, അതായത് കേസിൽ പെറ്റീഷണേഴ്സായിട്ടുള്ള 5 പേരിൽ 3 വനിതകൾ തന്നെ സുപ്രീം കോടതിയിലെ കേസ് നടക്കുമ്പോൾ 2018 വിധി വരുന്നതിന് മുമ്പ് തന്നെ സുപ്രീം കോടതിയുടെ ആ ലോഡിലേക്ക് വന്ന് പത്രമാധ്യമങ്ങളെ കണ്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്നും അത് നമ്മുടെ യൂട്യൂബിൽ അവൈലബിളാണ്. അവർ പറയുന്നത് ദെയർ ഇസ് എ കോൺസ്പിറസി ബിഹൈൻഡ് ദിസ് കേസ് എന്നാണ് പറയുന്നത്. ഞങ്ങളെ അബദ്ധത്തിൽ കൊണ്ട് ചാടിച്ചതാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ എന്താണ് ശബരിമല എന്ന് ഒന്നും അറിഞ്ഞിരുന്നില്ല. അവിടുത്തെ ആചാരങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിവില്ലായിരുന്നു. പക്ഷേ കൃത്യമായിട്ടും ഞങ്ങളെ ട്രാപ്പ് ചെയ്താണ്. ദെയർ ഇസ് എ കോൺസ്പിറസി എന്ന് വ്യക്തമായിട്ട് പറഞ്ഞൊരു കേസ് കൂടാണെന്നുള്ളത് നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ട ഒരു വിഷയമുണ്ട്. ആ കോൺസ്പിറൻസി വർഷങ്ങളായിട്ട് നമുക്കറിയാം. 1950 നമ്മുടെ രാജഭരണത്തിന് ശേഷം തിരുക്കൊച്ചി രൂപീകരിക്കുകയും പിന്നീട് ഭാരത യൂണിയനിൽ ചേരുകയൊക്കെ ചെയ്തതിന് ശേഷം ജനാധിപത്യ ഭരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമലയിൽ തുടർച്ചയായിട്ടുള്ളത്. അതിന് മുമ്പൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. തുടർച്ചയായിട്ടുണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം ഇത്തരത്തിൽ ഭാരതത്തിലേക്ക് നമുക്കറിയാം, വൈദേശിക ഭരണത്തിൻ്റെ കീഴിൽ പലതും നോക്കിയെങ്കിലും സനാതനധർമ്മത്തെ തകർക്കാനോ വേണ്ട തരത്തിൽ അവരുദ്ദേശിച്ച തരത്തിലൊരു മതപരിവർത്തനം നടത്താനോ ഭാരതത്തിൽ സാധിച്ചില്ല. അപ്പോൾ അത്തരത്തിലേക്ക് ഭാരതത്തിനെ കീഴടക്കാനായിട്ട് യുദ്ധം ചെയ്ത് കീഴടക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ജനാധിപത്യ ഭരണം വന്നതോടുകൂടി ശക്തമായ പോലീസ് സംവിധാനം, പട്ടാളം കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി അത് നടക്കില്ല, അങ്ങനെ കീഴടക്കാൻ സാധിക്കില്ല എന്ന് കണ്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള നടപടികളിലൂടെ അവർ വളരെ റിസർച്ച് ചെയ്ത് തന്നെ കണ്ടുപിടിച്ചാണ്. അതിനൊക്കെ നമ്മുടെ തെളിവുകളുണ്ട്.
അപ്പോൾ എന്തായാലും അത്തരത്തിലാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേസ് വരുന്നത്. രസകരമായ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു നൗഷാദ് എന്നുള്ള ഒരാൾ പ്രസിഡൻ്റായിട്ട് സംഘടനയാണ് ഈ 2006 ഈ കേസ് കൊടുക്കുന്നത്. അതിനാസ്പദമായ വിഷയം ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പ് ശബരിമല നടന്ന ഒരു ദേവപ്രശ്നത്തിൽ ഒരു അയ്യപ്പൻ്റെ പ്രതിഷ്ഠയിൽ ഒരു യുവതി സ്പർശനം കണ്ടു എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. ജയമാല എന്നൊരു നമുക്കറിയാം അന്ന് MLC ആയിരുന്ന ഒരു ലേഡി കർണാടകയിൽ ഞാനായിരുന്നു എന്നും ഇതെല്ലാം ഗൂഢാലോചനയാണ്. അതിനെ തുടർന്ന് പത്രമാധ്യമം നമ്മൾ പരിഹാരക്രിയ നടത്തി. ഈ പരിഹാരക്രിയ ചോദ്യം ചെയ്തുകൊണ്ട് ബർഖാദത്ത് തുടങ്ങിയ ആളുകൾ നാഷണൽ മീഡിയയിൽ എഴുതുകയും അത് വെച്ചിട്ടൊരു പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തിട്ടാണ് ഈ കേസ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് നൗഷാദാണ്. അദ്ദേഹം മറയ്ക്ക് പിന്നിൽ ഇരുന്നിട്ടാണ് ഇതെല്ലാം ചെയ്തത്. ഈ 5 ഹിന്ദു വനിതാ അഡ്വക്കേറ്റുമാരെ കൊണ്ടാണ് കേസ് കൊടുപ്പിച്ചത്. അത് വിചിത്രമായ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. പലരുടെ ശ്രദ്ധ വരാത്തൊരു കാര്യമാണ്. ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 2016 ഈ നൗഷാദിൻ്റെ കൈകൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള വ്യക്തമായതുകൊണ്ട് ധാരാളം ആളുകൾ ഇതിനകത്ത് ഇടപെടുകയും, അപ്പോൾ 2016 ഇന്ന് നോക്കിയാൽ മനസ്സിലാവും സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അതായത് 2016 ഈ നൗഷാദ് അദ്ദേഹത്തിന് സുരക്ഷ വേണം എന്നും പറഞ്ഞിട്ട് സുപ്രീം കോടതി സമീപിക്കുകയാണ്. കാരണം എനിക്ക് ധാരാളം ഭീഷണികൾ ഇന്ത്യയിലും വിദേശത്തുമൊക്കെ വരുന്നു, ഞാൻ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം അതിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ ഈ സംഘടനയുടെ പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ, കേസ് കൊടുത്തിരിക്കുന്നത് ഈ വനിതകളാണ്, ഈ സംഘടനയിൽപ്പെട്ട വനിതകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സംഘടനയുടെ പ്രസിഡന്റ് അറിയാതായിരിക്കുമോ ഒരു കേസ് കൊടുക്കുക? അപ്പോൾ തീർച്ചയായിട്ടും അവർ കൃത്യമായിട്ട് മറ സൃഷ്ടിച്ചു എന്നുള്ളതിൻ്റെ വളരെ വലിയ തെളിവാണ്. അത് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ആ ഡേറ്റയൊക്കെ സുപ്രീം കോടതി വിധി തന്നെ അതിനെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഗൂഢാലയമുണ്ട്. ആ ഗൂഢാലയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കേരള സർക്കാർ, ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ ഇത്തരത്തിൽ നമ്മളെ അടിച്ചമർത്താൻ ശ്രമിച്ചത്. അതല്ലാതെ ഈ വിധിയിൽ അങ്ങനെ നിങ്ങൾ ഇത്ര ദിവസം നടപ്പായിക്കണം അങ്ങനെയൊന്നുമല്ല. ഒരു ജനറിക് ഒബ്സർവേഷനാണ്. നമുക്കത് വീണ്ടും റിവ്യൂ പെറ്റീഷൻ കൊടുക്കാനും അതിന് വീണ്ടും പുനർചിന്തിക്കാനുമുള്ള സമയമുള്ളപ്പോൾ അതിന് പോലും അവസരം നൽകാതാണ് ചെയ്തത്. അത് തികച്ചും അടിച്ചമർത്തലിൻ്റെ ഭാഗമാണ്, ഈ ഗൂഢാലോചന ഭാഗമാണ്, ഇന്നും തുടരുന്നുണ്ട്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെ ഞാൻ പറയുന്നത് അതൊക്കെ ഗൂഢാലോചനയാണ്. ഈ കൊള്ള ഒന്ന്, ഈ സമ്പാദ്യം ഒന്ന്, രണ്ടാമത് നമ്മുടെയൊക്കെ വിശ്വാസം തകർക്കുക, അതിൻ്റെ ഭാഗമായിട്ടാണ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം ആഗോള അയ്യപ്പ സംഘത്തിൽ തന്നെ അതിൻ്റെ മുഖ്യാതിഥിയായിട്ട് ഉദ്ഘാടകനായിട്ട് കൊണ്ടുവന്ന ആരെയാണ്? DMK-യുടെ തമിഴ്നാടിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്റ്റാലിനെയാണ് കൊണ്ടുവന്നത്. എന്താണ് DMK സനാതനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം, വീണ്ടും പറയേണ്ട ആവശ്യമില്ല. സനാതനത്തെ നശിപ്പിക്കാനായിട്ട്, അത് വൈറസാണ്, ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നിലനിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ DMK കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിക്കാൻ ശ്രമിക്കുന്നത്. ഈ CPM തന്നെ നമുക്കറിയാം, ബഹുമാനപ്പെട്ട കേരള സ്പീക്കറാണ് ശ്രീ സംസീറാണ് പറഞ്ഞത് 2 വർഷം മുമ്പ് ഗണപതി മിത്താണ്. ആ ഗണപതിയുടെ പമ്പ ഗണപതിയുടെ മുന്നിലാണ് ഈ ആഗോള അയ്യപ്പ സംഘം. അതായത് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഈ ഹിന്ദുവിനെ ഏതൊക്കെ അവസരമുണ്ടോ അവഹേളിക്കുക, ഇകഴ്ത്തുക, ഈശ്വര വിശ്വാസത്തെ തകർക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളീ കണ്ട ഈ ബലമായിട്ട് യുവതികളെ കൊണ്ടതും പോലീസിനെ ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്തതും എല്ലാം. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഈ മിനിമം ഈ IAS IPS ആരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നട്ടൽ വേണം നമ്മുടെ സംസ്ഥാനത്ത്. ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി ഭരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗത്തെ ഹിന്ദുവിനെ തെരഞ്ഞു പിടിച്ചിട്ട് അവരെ ഇല്ലാതാക്കാനും, അവരുടെ മേലിൽ എന്തൊക്കെ തരത്തിലുള്ള അധികാരം പ്രയോഗിച്ചുകൊണ്ട് അവരെ ഇല്ലാതാക്കാനും, ക്ഷേത്രത്തെ ഇല്ലാതാക്കാനും ഒക്കെ നിരന്തരം ശ്രമിക്കുകയും, ഇത്തരം ഒരു ചരിത്രപരമായ ഒരു വിശ്വാസത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ അവരും കൂടെ കൂട്ടു നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ നട്ടൽ ഉയർത്തി പറയാത്തതെന്ന് ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നമുക്ക് അവിടെ കണ്ടു, ശബരിമലയിൽ തന്നെ അവിടെ ഈ പിണറായി സർക്കാർ എടുത്ത തീരുമാനം നടപ്പാക്കിയത് കേരളത്തിലെ പോലീസുകാരാണ്. അതിന് മുൻപിൽ നിന്നത് നമുക്കറിയാം IPS ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇപ്പോൾ കൊള്ളയുടെ കാര്യത്തിൽ തന്നെ ഇവർക്കൊക്കെ പങ്കുണ്ട്. ഞാൻ പറഞ്ഞത് ഈ കൊള്ള നടക്കുമ്പോൾ കേരളത്തിലെ രഹസ്യാന്വേഷണ വിഭാഗം എവിടെയായിരുന്നു? ഈ കേരളത്തിലെ ഒരു ഉറുമ്പ് അനങ്ങിയാൽ അറിയുന്ന രഹസ്യാന്വേഷണ വിഭാഗം ഈ വർഷാനുവർഷം നടന്നുകൊണ്ടിരിക്കുന്ന ശബരിമല കൊള്ള അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഇതിനകത്തൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ശബരിമലയിലുള്ള സെക്യൂരിറ്റിക്കാർക്ക് ഈ പാർട്ടിക്ക് എല്ലാം തീർച്ചയായിട്ടും പങ്കുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ നമ്മുടെ സമാജം ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ CPM ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഭാരതത്തിന് വിരുദ്ധമാണ്, ദേശീയതയ്ക്ക് വിരുദ്ധമാണ്, ഹിന്ദുവിന് വിരുദ്ധമാണ്, മതേതരത്തിനും വിരുദ്ധമാണ്. കാരണം ഈ ഹിന്ദു ഭാരതത്തിൽ നിലനിൽക്കുന്നുണ്ട് മാത്രമാണ് മതേതരത്വം എന്ന് ഇവർ പറയുന്ന രീതിയിൽ. സത്യം പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ സംസ്കാരം തന്നെ മതേതരമാണ്. ഇപ്പോൾ ശബരിമല നമുക്കറിയാമല്ലോ, ഈ പറഞ്ഞ പർട്ടിക്കുലർ ക്ഷേത്രത്തിൽ തന്നെ എല്ലാവർക്കും അവിടെ വരാനും എന്തിനും സൗകര്യമുണ്ട്. അവിടെ യാതൊരു ജാതി മതഭേദമൊന്നും ഇല്ലാത്ത ക്ഷേത്രമാണ്. മറ്റേതെങ്കിലും വിഭാഗത്തിന് അത്തരത്തിലുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും ഈ നമ്മളെ ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇനിയെങ്കിലും തിരിച്ചറിയണം. ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിക്കാൻ കേരളത്തിൽ പ്രശ്നമാണ്. അത് ഇനിയെങ്കിലും ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്.
ശ്രീ SJR കുമാർ, അതായത് ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുകയാണ്. വലിയ പ്രതിരോധത്തിലാണ് CPM. അതാകട്ടെ ശബരിമല സ്വർണ്ണ കൊള്ളയിൽ, സ്വർണ്ണ കവർച്ചയിൽ, മറ്റൊന്ന് അയ്യപ്പ സംഗമത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കോടികൾ കാണാനില്ലെന്ന് വരുന്നു. അങ്ങനെ പലതരത്തിൽ അയ്യപ്പൻ തന്നെ CPM-നെ വലിയ പ്രതിരോധത്തിലാക്കുന്നത് തുടരുകയാണ്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് നിർണായകമാകുന്ന ഈ ഘട്ടത്തിൽ എന്താകും ഇവർ പറയാനിരിക്കുന്നത്? എന്ത് നിലപാടെടുക്കാനാണ്? അത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ CPM-ൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. CPM മാത്രമല്ല, DMK, കോൺഗ്രസ്, ഇവരുടെ എല്ലാ ഉദ്ദേശം എത്രത്തോളം സനാതന വിരുദ്ധമാണെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ CPM അത് കൃത്യമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് നേരിട്ട് മനസ്സിലാക്കും. പക്ഷേ കോൺഗ്രസിൻ്റെ നീക്കങ്ങൾ കാരണം കാലാകാലങ്ങളായിട്ട് ഇവിടെ ഭരിച്ച കോൺഗ്രസ് ഇത്രയും നാളുകളായിട്ട് ഹിന്ദു വിരുദ്ധമായിട്ടല്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അവർ കാര്യം ചെയ്തു, നിയമങ്ങൾ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഈ CPM ഇന്നത്തെ ഒരവസ്ഥയിൽ അത് തീർച്ചയായിട്ടും ഞാൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. വിശ്വാസികളുടെ ശക്തി വളരെ വലുതാണ്, വിശ്വാസത്തിൻ്റെ ശക്തി വളരെ വലുതാണ്, ഭക്തിയുടെ ശക്തി വളരെ വലുതാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവും കൂടിയാണ്. 2018 ആരൊക്കെയാണോ ഈ യുവതി പ്രവേശത്തിന് അനുകൂലമായിട്ട് ഈ ഭക്തരുടെ മനസ്സിൽ തീ ആളി കത്തിച്ചത്, അവരുടെ എല്ലാം മനസ്സിലല്ല ശരീരം പോലും കത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇന്ന് അവരെവിടെയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ തിരിച്ചടി ഉണ്ടാകും. പക്ഷേ ഈ അവിശ്വാസികളായ CPM-കാർക്ക് ഇതൊന്നും മനസ്സിലാവില്ലാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അവർ ഈ ചതിക്കുഴി വീടുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എങ്ങനെയാണ് CPM ചിന്തിക്കുന്നത് എന്നുള്ളത്, ഈ ഭക്തജനങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഇനി ഭാവിയിലെങ്കിലും ഈ കേരളത്തിൽ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന തരത്തിലേക്ക് ഈ CPM-ൻ്റെ വേര് പോലും ഇവിടുന്ന് ഇടക്കി മാറ്റി അറബിക്കടലിലേക്ക് എറിയുന്ന തരത്തിലേക്ക് ഒരു സ്വയം അവർ ചെന്നെത്തുന്ന തരത്തിലേക്കാണ്. അങ്ങനെ ചിന്തിക്കുമ്പം അവരുടനെ ഒരു മാറ്റത്തിന് തയ്യാറാവില്ല. അവർ ചിന്തിക്കുന്നത് വീണ്ടും ഇത് അടിസ്ഥാനപരമായിട്ട് ഞങ്ങളുടെ ഉദ്ദേശം ഇതാണ്, അതുകൊണ്ട് യുവതി പ്രവേശന അനുകൂലമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം തൽക്കാലം അവർ മാറ്റാൻ സാധ്യതയില്ല. അത് കാരണം അവർക്ക് വിനാശകാലേ വിപരീത ബുദ്ധി നമ്മൾ പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇത് സ്വയം ഇല്ലാതാവുന്നതിന് വേണ്ടി ഈശ്വരീയമായ ഒരു ശാപം അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞങ്ങൾ എല്ലാ ഭക്തജനങ്ങളുടെ വിശ്വാസം അതാണ്. അതുകൊണ്ട് തൽക്കാലം അതിന് പല കാര്യങ്ങൾ ഇന്നലെ തന്നെ നമുക്കറിയാമല്ലോ, ഓരോരുത്തർ പറഞ്ഞ മറുപടി, മന്ത്രി രാജീവ് പറഞ്ഞ മറുപടി, അതുപോലെ സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ പറഞ്ഞ മറുപടിയൊക്കെ എന്ത് വിചിത്രമാണ്. എന്തൊക്കെയാണ് അവർ പറയുന്നത്? ഈ ശബരിമല തീരുമാനിക്കുന്നത് ഇപ്പോഴാണോ തീരുമാനിക്കുന്നത്? പിന്നെ എപ്പോഴാണ് തീരുമാനിക്കുന്നത്? കേസിൻ്റെ ഇനിയും ഈ റിവ്യൂ പെറ്റീഷൻ ഇത് കഴിഞ്ഞിട്ടാണോ? അപ്പോൾ പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ CPM-ൻ്റെ നിലപാട് മാറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവർ സ്വയം നശിക്കാനായിട്ട് തീരുമാനങ്ങൾ ഇത്തരത്തിൽ എടുത്തുകൊണ്ടിരിക്കും. കാരണം സ്വർണ്ണക്കൊള്ള നടത്തി അവർ വളരെ ഒരു കോർണർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഭൂലോകം മുഴുവൻ ഇപ്പോൾ അറിഞ്ഞ ഒരു വിഷയമാണ്. ഈ പാർട്ടി കൊള്ള നടത്തുന്ന പാർട്ടിയാണ്. ഈ അവരെ ഏൽപ്പിച്ച ഒരു ക്ഷേത്രം പോലും കൊള്ളയടിക്കും. ഒരു ക്ഷേത്രമല്ല, ദേവസ്വം ബോർഡ് എല്ലാ ക്ഷേത്രവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ട് അവർ പ്രതിസ്ഥാനം നിൽക്കുമ്പോൾ പോലും പിന്നെ അവർ ആഗോള അയ്യപ്പ സംഗമത്തിൽ ചെയ്ത കാര്യം എന്താണ്? അവിടെ നിന്ന് ഇങ്ങോട്ട് കോടതി കൊടുത്ത സമയം ലംഘിച്ച് പിന്നെയും 45 ദിവസത്തിന് പകരം 4.5 മാസം എടുത്തു കൊടുത്ത ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ എത്ര വിചിത്രമായ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. അത് ഓഡിറ്റ് റിപ്പോർട്ട് കംപ്ലീറ്റ് ആണോ? അത് ഇൻകംപ്ലീറ്റ് ആണ്. കാരണം ഓഡിറ്റർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് പല രേഖകളും കിട്ടിയിട്ടില്ല, പല കാര്യങ്ങളും GST ബില്ലില്ല, ഇപ്പോൾ ഹോട്ടലിൽ താമസിച്ച GST ബില്ലില്ല, അതുപോലെ തന്നെ അനധികൃതമായിട്ട് ചിലവാക്കിയിരിക്കുന്നു. കോടതി പറഞ്ഞു ഒരു കാരണവശാലും ദേവസ്വം ബോർഡിൻ്റെ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിച്ചു. അങ്ങനെ കോടതി ലക്ഷ്യവും അതുപോലെ തന്നെ ഫോർജ് ഡോക്യുമെൻറ്റ്സും എല്ലാം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇത്രയും കഴിഞ്ഞിട്ട് പിന്നെ അവർ നിർത്തുന്നില്ല. അത് വെച്ച് നമ്മൾ നോക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്, തുടർന്നും അവർ യുവതി പ്രവേശന വിഷയത്തിൽ സത്യവാങ്മൂലം മാറ്റാൻ സാധ്യതയില്ല. അവരതിൽ തന്നെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ പറയുമ്പം ഞങ്ങൾ അതിനെതിരെല്ലാം ഭക്തജനങ്ങളുടെ കൂടാണെന്ന് പറയും. പക്ഷേ ഇതിലേക്ക് ഒരു മാറ്റില്ല. കാരണം ഇത് ജനങ്ങൾ മനസ്സിലാക്കി വേണം ഇവരെ ഇവിടെ നിന്ന് ഇല്ലാതാക്കാനായിട്ട്. ഇപ്പോൾ ഈ രാഷ്ട്രീയം, അതായത് ഭാരതത്തിന് വിരുദ്ധമായിട്ടും ദേശവിരുദ്ധമായിട്ടുള്ള ശക്തികളെ വളർത്തുന്നതും അതുപോലെ തന്നെ ന്യൂനപക്ഷ പ്രകടനം നടത്തിക്കൊണ്ട് ബഹുഭൂരിപക്ഷമായ ഹിന്ദുക്കളുടെ മനസ്സിൽ തീ ആളി കത്തിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇല്ലാതാക്കാൻ, സ്വയം നശിക്കാനായിട്ട് നമ്മളാരും ഒന്നും ചെയ്യുന്നതല്ല, അതിനുള്ള തീരുമാനം എന്നുള്ള രീതിയിൽ അവർ ഇത് മാറ്റാൻ സാധ്യതയില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയുന്നത്, അവർ ഈ യുവതി പ്രവേശത്തിന് അനുകൂലമോ പ്രതികൂലമോ എന്ന കാര്യമില്ല. കാരണം ഇത് ഭക്തജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. നമ്മളത് സുപ്രീം കോടതിയിൽ എത്തിച്ചു. അവിടെ നടന്ന വാഗ്വാദങ്ങളും നമ്മൾ കൊടുത്തിരിക്കുന്ന റെക്കോർഡുകളും എല്ലാം നമുക്കറിയാം. എത്ര മാറ്റങ്ങളാണ് അതുണ്ടായതെന്ന് അതുകൊണ്ട് സംഭവിച്ചെന്ന് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഭാരതത്തിൽ ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന മോഡി സർക്കാർ, അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ഭാരതത്തിൻ്റെ ഒരു ശക്തി ലോകം മുഴുവൻ ഉയർന്നു വരികയാണ്. ഭാരതം ഒരു വളരെ ശക്തിയായിട്ടുള്ള ലോകം അംഗീകരിക്കുന്നതാണ്.
അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രധാന ഒരു പ്രാഥമികമായിട്ട് ഭാരത് ഒരു ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൊത്തം അന്തരീക്ഷം തന്നെ അത്തരത്തിലായിട്ടുണ്ട്. കേരളത്തിൽ നമുക്ക് നോക്കിയറിയാം ആധ്യാത്മിക അന്തരീക്ഷം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുമ്പ് പറയും ചെറുപ്പക്കാർക്ക് ഇത്തരത്തിൽ ഒരു ധാരണയില്ല എന്നുള്ളത്. പക്ഷേ ഇന്നതല്ല. ഇപ്പം നമുക്ക് കാണാൻ പറ്റും, ഇന്ന് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളിൽ പോവുകയും ഇത്തരത്തിൽ ചിന്തിക്കുകയും ഈ മുന്നോട്ടുള്ള നമ്മുടെ പോക്കിൽ ഏറ്റവും കൂടുതൽ സഹായകരമാകാൻ പോകുന്നതും കേരളത്തിലെ ഹിന്ദു യുവജനങ്ങൾ തന്നെയാണെന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് അത് കൃത്യമായിട്ട് എടുത്താൽ അവർക്ക് കൊള്ളാം. പക്ഷേ അതൊരു കാരണവശാലും നമ്മുടെ ഈ മുന്നോട്ടുള്ള യാത്രയിലോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെയോ ശബരിമലയോ താർക്കാനായിട്ട് ഒരു കാര്യം സംഭവിക്കില്ല. അതിശക്തമായി നമുക്കറിയാം 2018 എന്താ സംഭവിച്ചെന്ന്. അത് തീർച്ചയായിട്ടും ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. അതിനെയൊക്കെ അത് മറികടന്നുകൊണ്ട് അതിശക്തമായി സനാതർമ്മത്തെ ഭാരതത്തിൽ നിലനിർത്തുന്നതിനുള്ള യുവശക്തിയും മൊത്തത്തിൽ ജനശക്തിയും വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് അവിടെ നമുക്ക് ഭയപ്പെടൊന്നുമില്ല. നല്ല രീതിയിൽ ചിന്തിച്ചാൽ അവർക്ക് കൊള്ളാം എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ശ്രീ SJR കുമാർ, ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു സെലക്റ്റീവ് സെക്യുലാറിസം നടത്തുന്ന ഒരു സംസ്ഥാന സർക്കാരിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് മതപരമായ വിവേചനം മറ്റിടങ്ങളിലൊന്നും ഈ ആചാരങ്ങളിലൊന്നും സംസ്ഥാന സർക്കാർ കൈകടത്തുന്നില്ല. എന്നാൽ ശബരിമല വിഷയത്തിൽ നന്നേ കൈകടത്തുന്നു. എന്നാൽ ഇപ്പോഴിതാ വർഷങ്ങൾക്കിപ്പുറം വോട്ടൊക്കെ ഇങ്ങനെ മുൻനിർത്തി ചില സാമുദായിക നേതാക്കൾ നോക്കി സംസ്ഥാന സർക്കാരിനെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഭയന്നുകൂടിക്കൊണ്ടല്ലേ ഇങ്ങനെ ഒരു അടിമുടി നിലപാട് മാറ്റം? എങ്ങനെ നോക്കിക്കാണാം അതിനെ? നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ 2016 ഈ പിണറായി സർക്കാർ വരികയും 2021 തുടർഭരണം ലഭിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ആദ്യത്തെ ഭരണത്തിൽ തന്നെ ഏതാനും 2-3 വർഷം കഴിഞ്ഞപ്പോഴാണ് 2018 വരിക. ആ സമയം മുതൽ അവരുടെ ചിന്തയെ എന്തൊക്കെയോ ബാധിച്ചിട്ടുണ്ട്. അതായത് ഏതോ പല ഉപദേശങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അവർ എത്രത്തോളം വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു എന്ന് ഈ ഒരു കാലയളവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരൊരിക്കലും അവരുടെ ചിന്തയിൽ അവരുടെ സ്ട്രാറ്റജിയിൽ ഒരിക്കലും ഒരു സ്റ്റഡി ആയിട്ടല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ ഉദാഹരണമുണ്ട്. തുടക്കത്തിൽ നമുക്കറിയാം അവർ ന്യൂനപക്ഷ പ്രീണനത്തിൽ കൃത്യമായിട്ടും, പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് ഇസ്ലാം വിഭാഗത്തിന് വേണ്ടിയിട്ട്, കാരണം TP ചന്ദ്രശേഖരനെയൊക്കെ വധിക്കാനും അതുപോലെ തുടർന്നുണ്ടായ പല വിഭാഗങ്ങളിലൊക്കെ മറ്റുള്ളവരുടെ പങ്ക്, അതുപോലെ ഏതിൽ നിന്നാണ് അവർ ഈ വളരെ ക്രൂരമായ രീതിയിലേക്ക് അവരുടെ ഈ അക്രമ രീതികളിലേക്ക് മാറിയത്, അതിൻ്റെ പ്രേരണ എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ ഇവിടെ ലിങ്ക് വളരെ വ്യക്തമാണ് ആ കാലഘട്ടത്തിൽ. പിന്നീട് ഇങ്ങോട്ട് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഒരു ഏകീകരണം അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമല്ല എന്ന് കണ്ടപ്പോഴാണ് അവർ പ്ലേറ്റ് തിരിക്കുകയാണ്. ഇപ്പോൾ 2018 ശരിക്കും പറഞ്ഞാൽ അവരുടെ ഈ പർട്ടിക്കുലർ ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഒരു പ്രീണന നയം കൂടെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര ഗൂഢാലോചനയും അതുകൊണ്ട് തുടർന്ന് കേരളത്തിലെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്നത് ഈ ന്യൂനപക്ഷങ്ങൾക്ക് മാറി ഇപ്പോൾ അയ്യപ്പനാണ് പ്രധാനം, അല്ലെങ്കിൽ ഹിന്ദു ബഹുഭൂരിപക്ഷം വരുന്ന ഇപ്പോഴും ബഹുഭൂരിപക്ഷമായിട്ടുള്ള ഹിന്ദു സമാജമാണ്. നമുക്കറിയാം അവരുടെ കോർ വോട്ടേഴ്സ് മുമ്പ് മുതൽ തന്നെ ഹിന്ദുക്കളായിരുന്നു, നമുക്കറിയാൻ പറ്റും, CPMൻ്റെ പ്രത്യേകിച്ചും. അതുകൊണ്ട് അവരെ കൂടുതൽ പ്രീണിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷേ 2018 നമുക്ക് തെറ്റുപറ്റി. അതുകൊണ്ട് അത് തിരുത്തണം. അത് തിരുത്താനുള്ള മാർഗമായിട്ടാണ് അവർ പലതും ചെയ്തത്. പക്ഷേ അത് തിരുത്താനായിട്ട് അവർ ചെയ്തെല്ലാം അവർക്ക് വിരുദ്ധമായി എന്നുള്ളതാണ് അത് ഈശ്വരീയമായ ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ അവർ ഇത്തരം സൽബുദ്ധി അവർക്കൊരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ ചിന്തിക്കുന്നതൊക്കെ വഴിപഴിച്ച് തന്നെ ആയിരിക്കും. അത്തരത്തിൽ അവർക്ക് കിട്ടിയ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഗോള അയ്യപ്പ സംഘം വിളിച്ചു. പക്ഷേ അവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആഗോള അയ്യപ്പ സംഘത്തിൻ്റെ നടപടികൾ നമ്മളതിനെ ചോദ്യം ചെയ്യും. ഞാൻ തന്നെ അതിനെതിരെ കേസ് പോയ ഒരാളാണ്. അതിന് വ്യക്തമായ കൃത്യമായിട്ടുള്ള കാരണം ഇന്നത് നമുക്ക് മുമ്പിൽ വരികയാണ്. ഇത് നമ്മൾ തടയണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇന്ന് വ്യക്തമായിട്ടുണ്ട് പൊതുസമൂഹം. അന്ന് നമ്മളെല്ലാവരും കുറ്റം പറഞ്ഞു, ഇത് ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്, ഇതാണ് ശബരിമലയെ താർക്കാനാണെന്ന് വരെ പറയുകയാണ്. നമ്മൾ ശബരിമലയ്ക്ക് വേണ്ടി ജീവൻ ബലികലിച്ച് തയ്യാറായി നിൽക്കുന്ന നമ്മുടെയൊക്കെ ആളുകളോട്, ഭക്തജനങ്ങളോട് പറയുന്നത് നിങ്ങളൊക്കെ ശബരിമലയെ താർക്കാനാണ്, ഞങ്ങളാണ് രക്ഷിക്കാൻ വരുന്നതെന്ന് പറഞ്ഞ ആളുകൾ എവിടെ ചെന്നെത്തി നിന്ന് കണ്ടു. അപ്പം നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഒരു പ്രസ്ഥാനങ്ങളൊന്നും ഒരിക്കലും അനാവശ്യമായിട്ട് കളവ് പറയുകയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. പൂർണ്ണമായിട്ടും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനെ കളവ് പറഞ്ഞ് ചെയ്ത്, പക്ഷേ നമ്മൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് തെളിഞ്ഞു. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു, അവർ ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൂടെ നിൽക്കാനായിട്ട് ശ്രമം നടത്തി. അതിനു വേണ്ടിയിട്ട് അവർ സാമുദായിക തലങ്ങളിൽ ചില ഇടപെടലുകൾ, സമുദായ സംഘടനകളെ അവരുടെ വശത്തേക്ക് കൊണ്ടുവരിക എന്നൊക്കെയുള്ള. പക്ഷേ ഇന്ന് നമുക്കറിയാം, ഇന്നല്ലേ നാളെ, ഇപ്പം തന്നെ ഇന്നലത്തെ NSSൻ്റെ നിലപാട് വ്യക്തമായിരിക്കുന്നത്. എത്രത്തോളം മുന്നോട്ട് പോകുന്ന എനിക്കറിയില്ല. പറഞ്ഞിരിക്കുന്നത് ശബരിമല യുവതി പ്രവേശനത്തിന് സർക്കാർ കൊടുത്തിരിക്കും, സർക്കാരും ദേവസ്വം ബോർഡും കൊടുത്തിരിക്കും, സത്യവാങ്മൂലം തിരുത്തണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് NSSൻ്റെ സ്റ്റാൻഡ് പണ്ട് അതായിരുന്നു. ഈ ഇടയ്ക്ക് ആഗോള അയ്യപ്പ സംഗമത്തിന് പങ്കെടുക്കും എന്ന് പറഞ്ഞ സമയത്തും
ആ നിലപാട് മാറിയിട്ടില്ല എന്നാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ശ്രീ വെള്ളാപ്പള്ളി നടേശനും അതാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരിക്കണം, അതെനിക്കറിയില്ല അവർ തമ്മിൽ എന്താ സംസാരിച്ചത് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഈ മുന്നോട്ടുള്ള യാത്രയിൽ ഈ ഹിന്ദു സമാജത്തിൻ്റെ ഏകീകരണം ഒന്നിച്ച് നിൽക്കാനുള്ള ഏറ്റവും പ്രധാന ഘടകം ക്ഷേത്രമാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ എത്ര സമുദായങ്ങൾ തമ്മിൽ ചേർന്നാലൊന്നും ഹിന്ദു സമാജം ഒന്നിക്കുന്നില്ല. നമ്മളെല്ലാവരും പോകുന്ന ക്ഷേത്രത്തിൽ നമ്മളോടൊപ്പം അവിടെ തൊഴാൻ വരുന്ന ആളുകൾ ആരൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഹൈന്ദവ സമാജത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളെത്തുന്നത്. അവിടെ ആരുടെയും പ്രേരണയൊന്നുമില്ല. പക്ഷേ തീർച്ചയായിട്ടും നമ്മളെല്ലാം ഒന്നിപ്പിക്കുന്ന ഘടകം ക്ഷേത്രമാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് ക്ഷേത്രം നിലനിൽക്കണം. ക്ഷേത്ര ആരാധനയ്ക്ക് നമ്മുടെ ഐശ്വര്യങ്ങളും ക്ഷേത്രജനം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിലും സമാധാനവും ശാന്തിയുമായിട്ടുള്ള ജീവിതം ഉറപ്പുവരുത്തുക, ഒരു നാട് തന്നെ ഉറപ്പുവരുത്തുന്നതിന് വളരെ പങ്കുവഹിക്കുന്ന ഒന്നാണ് ക്ഷേത്രം. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിൻ്റെ വിഷയം വരുമ്പോൾ എനിക്ക് യാതൊരു സംശയമില്ല, ഇവരെല്ലാം കൂട്ടുപിടിച്ച അല്ലെങ്കിൽ ഇവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കൂടെ നിർത്താൻ ശ്രമിക്കുന്ന പല ജാതി സമൂഹങ്ങൾ പോലും അതിൽ നിന്ന് വ്യതിചലിക്കും. കാരണം ഒരു കാരണവശാലും അതിനോടൊപ്പം നിൽക്കാൻ സാധിക്കില്ല. എന്തായാലും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സൂചന അതുതന്നെയാണ്. ഇപ്പോൾ ശബരിമല വിഷയം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ശബരിമല കൊള്ള, അത് കഴിഞ്ഞ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വിഷയം, അത് കോടതിയിൽ ശക്തമായ രീതിയിൽ പരാമർശിക്കപ്പെട്ടു. CPM വീണ്ടും വീണ്ടും നാണം കെട്ടുകൊണ്ടിരിക്കുന്നു. CPM ഒരു കള്ളന്മാരുടെ സംഘടന എന്നുള്ള രീതിയിലേക്ക് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതാ സുപ്രീം കോടതിയിൽ ഈ കേസും വരികയാണ്. അപ്പോൾ സുപ്രീം കോടതിയിൽ ഈ ഒരു സമയത്ത് അവരുടെ നിലപാട് എന്താണെന്നുള്ളത് എല്ലാവരും നോക്കിക്കാണുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ നിലപാട് വ്യക്തപ്പെടേണ്ട സമയത്ത് അതിന് ഇവരൊരുങ്ങിയില്ലെങ്കിൽ, അതല്ലെങ്കിൽ നിലപാട് തിരുത്താൻ അവർ ശ്രമിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു സംശയം വേണ്ട, ഇന്ന് അവരോടൊപ്പം നിൽക്കുന്ന അത് സംഘടനകളായാലും സമുദായ സംഘടനകളായാലും ശരി വ്യക്തികളായാലും ശരി അവരുടെ മനസ്സിലൊരു മാറ്റം ഉണ്ടാകും. അത് വീണ്ടും തിരിച്ചടിയായിട്ട് മാറും എന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ട് അവരുടെ ഈ ഇടപെട്ട് ഒരു ചോദ്യം കൂടി, അതായത് നമ്മളിതൊക്കെ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയാൻ കാരണമായ ഒരു ചരിത്ര പോരാട്ടമുണ്ട്. അത് വർഷങ്ങൾക്ക് മുൻപ് യുവതികളെ, ആക്ടിവിസ്റ്റുകളായ യുവതികളെ കയറ്റി പോലീസ് സംരക്ഷണത്തിൽ കയറ്റി ഭക്തരെ ഏറെ വേദനിപ്പിച്ചത്, ഭക്തരെ തെരുവിലിട്ട് തല്ലിയത്, ഇല്ലാത്ത കേസെടുത്തത് ഒക്കെ ഒരു ചരിത്രമായി നമുക്ക് പിന്നിലുണ്ട്. അതുകൂടി പറഞ്ഞ് അതൊന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കാം അങ്ങേക്ക്. ഈ 2018 ഈ വിഷയം മുന്നോട്ട് വന്നപ്പോൾ നമ്മളിത് 2006 ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ കൊടുത്ത കേസിൽ നമ്മൾ പ്രധാനമായിട്ട് കണ്ടത് ആ കേസിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അതിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്നുള്ളതും, കൂടാതെ അത് കക്ഷി ചേർന്നിരിക്കുന്ന രണ്ട് ഒരു ഓർഗനൈസേഷൻസ് ഉണ്ട്. അത് നമ്മൾ അറിയേണ്ടതാണ്. ഒന്ന് ഭൂമാതാ മൂവ്മെൻറ്റ്, തൃപ്തി ദേശായി, ആ പേര് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഉദ്ദേശം. അവരാണ് അതിൽ ആ 2006 കക്ഷി ചേർന്നത്. മറ്റത് ഹാപ്പി ടു ബ്ലീഡ് എന്നുള്ള ഒരു സംഘടനയാണ്. അതൊക്കെ ഞാൻ പറഞ്ഞ വൈദേശിക ബന്ധമൊക്കെയുള്ള ചില കാര്യങ്ങൾ, അതൊക്കെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം ആളുകൾ അങ്ങനെ മുന്നോട്ട് വന്നു, കേസ് നടന്നു, വളരെ വിചിത്രമായ രീതിയിലാണ് വിധി വന്നത്. അതിനൊക്കെ പല കാര്യങ്ങളുണ്ട്. കാരണം അത് കോടതി ലക്ഷ്യമാവുന്ന കാരണം കൊണ്ട് ഞാൻ അതിനെ കൂടുതൽ പരാമർശിക്കുക. എങ്ങനെയാണ് വിധി വന്നതെന്നൊക്കെ ഇന്ന് നമുക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം. എന്തായിരുന്നു അതിനുള്ള പിന്നിലെ പ്രേരണ, ചില ആളുകൾക്ക് അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശക്തി നൽകുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏതായാലും അത് കഴിഞ്ഞ് നമ്മളിത് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു എന്താ പറയുക ഒരു നാരീശക്തി പ്രകടമാകുന്ന രീതിയിൽ നമ്മുടെ, അതായത് ആരെയാണോ അവർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞ് ഉത്തരവിട്ടത് ആ അമ്മമാർ, ആ യുവതികൾ, പ്രത്യേകിച്ച് ആ യുവതി വിഭാഗം തന്നെയാണ് ഞങ്ങൾക്കിപ്പോൾ ക്ഷേത്രത്തിൽ പോകേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് സമയം വരുമ്പോൾ പൊക്കോളാം, ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഈശ്വരൻ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് നടന്നത്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്കറിയാം, നമ്മൾ അതിനുവേണ്ടി എല്ലാ സംഘടനകളും ചേർന്നിട്ടാണ് ശബരിമല കർമ്മസമിതി രൂപീകരിക്കുകയും ഞാൻ എൻ്റെ ജനറൽ കൺവീനറായിട്ട് വരികയും നമ്മൾ അതിശക്തമായ രീതിയിൽ രണ്ട് കാര്യമാണ് നമ്മൾ ചെയ്തത്. ഒന്ന് സോഷ്യലായിട്ടുള്ള നമ്മുടെ പോരാട്ടം, അതായത് ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭം, അത് കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ തലത്തിൽ വിദേശത്ത് പോലും നമുക്കത് ചെയ്യാൻ സാധിച്ചു. അതേസമയം തന്നെ ശക്തമായ രീതിയിലുള്ള നിയമപോരാട്ടം, അവിടെ നമ്മൾ വളരെയധികം പ്രയത്നം ചെയ്ത് വളരെ റിസർച്ച് ചെയ്ത് ഒരുപാട് സിറ്റിംഗ് നടത്തി, ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ നടത്തി, സെമിനാറുകൾ നടത്തി, അത്തരത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുകയും ശക്തമായ രീതിയിൽ പ്രക്ഷോഭം. ഈ പ്രക്ഷോഭത്തിൽ നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ ആരുടെ നിർദ്ദേശം പോലും ഇല്ലാതെ, അതല്ലെങ്കിൽ ഒരു കാലത്തും വീട്ടിന് പുറത്തേക്ക് ഇറങ്ങി ഒരു പ്രക്ഷോഭത്തിലൊന്നല്ല ഒരു ചെറിയ രീതിയിലൊരു പ്രകടനമോ ഒരു വികാരം പോലും പ്രകടിപ്പിക്കാൻ സന്നദ്ധമല്ലാതിരുന്ന വീട്ടിനകത്ത് അടച്ചിരുന്ന അമ്മമാരും യുവതികളും പോലും സ്വയം പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് പുറത്തേക്ക് വന്ന് ഈ അയ്യപ്പൻ്റെ ശക്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ ആ ശബരിമല ക്ഷേത്രത്തിൻ്റെ ചൈതന്യം നിലനിർത്തുന്നതിന് വേണ്ടി, വിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പൊരുതുന്നത് നമ്മൾ കണ്ടതാണ്. അത് വലിയൊരു കാഴ്ചയാണ്. എനിക്കൊന്ന് കേരളത്തിൻ്റെ ചരിത്രത്തിൽ
ഇതുപോലൊരു ശക്തമായൊരു പ്രക്ഷോഭം നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ വലിയ പ്രത്യേകത കൂടെ ഞാൻ പറയാം. അന്ന് നമ്മുടെ തീരുമാനം ഉണ്ടായിരുന്നു, എല്ലാവരും ഉൾക്കൊണ്ട് നമുക്ക് അയ്യപ്പ ഭക്തന്മാരുടെ സംവിധാനം ഒരു പ്രക്ഷോഭം എന്നുള്ള നിലയിൽ ആരും നമ്മുടെ കൂടെ വരുന്നതിനെതിരല്ല, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചിട്ടാണ്. അവരുടെ ജാതി സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നും ഇടപാടില്ലാത്തതുകൊണ്ടാണ് നമ്മളൊരു കൊടി പോലും വേണ്ടെന്ന് വെച്ചു. നമുക്ക് കാവിക്കൊടി മാത്രം, സാധാരണ ഒരു കാവിക്കൊടി എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയമായ കൊടിയോ ഒരു രീതിയിൽ പാടില്ല. മാത്രമല്ല മുദ്രാവാക്യം പോലും പാടില്ല. ശരണമന്ത്രം മാത്രം, സ്വാമിയേ ശരണമയ്യപ്പ എന്നുള്ള ശരണമന്ത്രം മാത്രം ജപിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രക്ഷോഭം മുഴുവൻ നടത്തുക. എവിടെ പോയാലും നമുക്ക് നോക്കാം. നമ്മൾ ആ പ്രക്ഷോഭത്തെ തന്നെ വിളിച്ചിരുന്ന പേരെന്താണ്? നാമജപ യാത്ര എന്നാണ്. അല്ലാതെ പ്രക്ഷോഭം എന്നല്ല. ഞാനത് പൊതുസമൂഹത്തിന് അറിയാൻ വേണ്ടിയാണ് പ്രക്ഷോഭം ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്ന വാക്ക് അന്നും ഇന്നും നാമജപ യാത്രകളായിരുന്നു. അവിടെ നടന്നത് അതായിരുന്നു. അപ്പോൾ അത്രത്തോളം അതിശക്തമായ രീതിയിലാണ്. പക്ഷേ സർക്കാർ അതിനെ അടിച്ചമർത്താനായിട്ട് ഈ നാമജപ യാത്രയെ പോലും അടിച്ചമർത്തുകയാണ്. എത്രത്തോളം ലാത്തിച്ചാർജ് നടന്നു? 3 പ്രാവശ്യം അതിഭീകരമായ ലാത്തിച്ചാർജും ഒക്കെ നടന്നു. അതുപോലെ യുവതികളിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആളുകൾ അതിനെതിരെ നിൽക്കുമ്പോൾ അതിനെ അവർ തടഞ്ഞു. ശബരിമല പോലും 18-ാം പടിക്ക് താഴെ വളരെ ഭക്തിയാദരപൂർവ്വം നടത്തിക്കൊണ്ടിരുന്ന ഭജനകൾ പോലും അവർ തടഞ്ഞു. അതിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക. എത്രയോ കള്ളക്കേസുകൾ, എൻ്റെ പേരിൽ തന്നെ 1000-ഓളം കള്ളക്കേസുകൾ ഇന്നുമുണ്ട്. ഇത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, കേരളത്തിൽ 10,000-കണക്കിന് നമ്മുടെ ഭക്തജനങ്ങളുടെ പേരിൽ കള്ളക്കേസുകളുണ്ട്. അവർ പലരുടെയും ജോലി നഷ്ടപ്പെടാൻ സാഹചര്യമായി. പലരും പോലീസ് മർദ്ദനത്തിൽ പരിക്കേൽക്കുകയും ജീവിതം തന്നെ ബുദ്ധിമുട്ടി, ബിസിനസ് പോയി, ജോലി പോയി. ഇത്തരത്തിൽ വളരെ വ്യാപകമായ രീതിയിലാണ്. ഏതാണ്ട് ഞാൻ പറയുന്ന അയോധ്യയിൽ നടന്ന, നമുക്കറിയാം 1526 ഈ മിർബാക്കിം വന്ന് പള്ളി പണിയാൻ തുടങ്ങിയപ്പോൾ ബാബറിൻ്റെ നിർദ്ദേശപ്രകാരം വന്ന് അവിടെ സർവ്വസേനാധിപനായിരുന്നു മിർബാക്കിം വന്ന് ഈ നമ്മുടെ അയോധ്യ ക്ഷേത്രം തകർക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ നിരായുധരായിട്ടുള്ള ഭക്തജനങ്ങൾ, അന്ന് നമ്മുടെ ആയുധമില്ല, അവരൊക്കെ ആയുധധാരികളായിരുന്നു. പക്ഷേ 17 ദിവസം നിരായുധരായ നമ്മുടെ ഭക്തജനങ്ങളാണ് അവർ പൊരുതിയത്. എന്നിട്ടാണ് അവർക്ക് കീഴടക്കാൻ സാധിച്ചത്. പക്ഷേ പിന്നെ അവിടെ നിന്നില്ല. തുടർന്നും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം വർഷങ്ങളോളം 68ഓളം യുദ്ധങ്ങളാണ് നടന്നത് നിരായുധരായ നമ്മുടെ ഭക്തജനങ്ങൾ ഇവരുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലായിരുന്നു ഏതാണ്ട് നമ്മുടെ ശബരിമല. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, അയോധ്യ വിഷയത്തിൽ വർഷങ്ങളെടുത്തെങ്കിൽ ശബരിമലയിൽ നമുക്ക് അധികം താമസിച്ചതിന് ഒരു അനുകൂലമായൊരു കോടതി നിലപാടൊക്കെ വന്നുകൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. പക്ഷേ ഞാൻ അത് ഏകദേശം അതിന് സാമ്യപ്പെടുത്തുന്നതിൻ്റെ കാരണം ഏതാണ്ട് അതേ രൂപത്തിൽ, അതായത് സ്വന്തം ജീവൻ പോലും ബലി ത്യജിക്കാൻ തയ്യാറായിക്കൊണ്ട് അമ്മമാർ പോലും, യുവതികളും കുഞ്ഞുങ്ങളും എല്ലാവരും, വൃദ്ധജനങ്ങളും എല്ലാം നിരത്തിലേക്ക് വരികയും ശക്തമായ രീതിയിൽ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തത് നമുക്കൊരു കാലത്ത് മറക്കാൻ സാധിക്കും. കേരള ചരിത്രത്തിൽ സുവർണ്ണ രേഖയിൽ രേഖപ്പെടുത്തേണ്ടതാണ്. കാരണം ഒരു സംശയമില്ല. കാരണം ഒരു നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, സ്വന്തം ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ പൂർവികന്മാർ നമുക്ക് കൈമാറിയ ആചാരാനുഷ്ഠാനങ്ങളും ക്ഷേത്രം എല്ലാം അതേപോലെ തന്നെ മുന്നോട്ട് അടുത്ത തലമുറയ്ക്ക് കൈമാറണമെന്ന ഏക ഉദ്ദേശത്തോടുകൂടി ഇത്രത്തോളം വികാരനിർഭരമായ രീതിയിൽ ഒരു ചരിത്രം മുമ്പുണ്ടായിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് വളരെ വലിയ കാര്യമാണ്. അതൊരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. ഇന്നും നമുക്ക് ആ വൈകാരിക ജനം ടി വിയൊക്കെ അതിനകത്ത് വലിയ പങ്കുണ്ട്. അത് ഞാൻ പറയാതെ നിവൃത്തിയില്ല. കാരണം ഈ 2018 ഈ ഒരു വിഷയത്തിൽ ജനം ടി വിയുടെ പങ്ക് വളരെ വലുതാണ്. ഞാനത് എപ്പോഴും പറയുന്നതാണ്. കാരണം അന്ന് മറ്റ് പല ചാനലുകൾ പോലും ഇതിനെ കണക്കാക്കുക പോലും ചെയ്തില്ല. തുടക്കത്തിൽ നമ്മൾ നടത്തിയ പല പ്രക്ഷോഭങ്ങളും ഒന്നും അവരുടെ വാർത്തയിൽ പോലും വരാതിരുന്ന സമയത്ത് പിന്നീട് ഇത് കൂടുതൽ ജനം ടി വി അത് കൈകാര്യം ചെയ്തപ്പോൾ അതിൻ്റെ വിശാലത എത്രത്തോളം ഉണ്ടെന്ന് ജനസമൂഹം തിരിച്ചറിയുകയും പത്രക്കാർക്ക് മറ്റൊരു മാധ്യമങ്ങൾക്ക് മാറിയിരിക്കാൻ സാധിക്കില്ല എന്ന് കണ്ടുകൊണ്ട് ഈ കേരള മീഡിയ മാത്രമല്ല നാഷണൽ മീഡിയ പോലും വരാനും ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യാനും ഇടയായത് തികച്ചും ജനം ടി വിയുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നും നമുക്കറിയാം, ശബരിമല ഏത് വിഷയം ഉണ്ടെങ്കിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ജനം ടി വിയാണ്. അപ്പോൾ നമ്മൾ കർമ്മസമിതിയുടെ നമ്മൾ നടത്തിയ അന്നത്തെ പ്രക്ഷോഭം മാത്രമല്ല, ഈ അടുത്ത കാലത്ത് നമുക്കറിയാം പന്തളത്ത് നടത്തിയ നമ്മുടെ ശബരിമല സംരക്ഷണ സംഗമത്തിൽ നമുക്കറിയാം 5000 പേര് പ്രതീക്ഷിച്ച് 20,000 പേര് വന്നു. എത്ര ഭംഗിയായിട്ടാണ് വിഷയം ലോകത്തിന് മുന്നിലേക്ക് ജനം ടി. അതുകൊണ്ട് എനിക്ക് ആ കാര്യം പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കേരളത്തിലെ ഭക്തജനങ്ങളുടെ കാര്യത്തിൽ, ആ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ ജനങ്ങളോടൊപ്പം ഭക്തജനങ്ങളോടൊപ്പം എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും അതിന് നിലകൊള്ളുകയും അതിന് ഞാൻ ഏറ്റവും താഴെത്തട്ടിലുള്ള അതിൻ്റെ വാഹന സാരഥികളായാലും ശരി, അല്ലെങ്കിൽ റിപ്പോർട്ടർമാരായാലും ശരി, ക്യാമറമാന്മാരായാലും ശരി, ഡെസ്കിലുള്ളവരായാലും ശരി, അവതാരകന്മാരായാലും ശരി, അതിന് എല്ലാവരെയും ഞാൻ ഒരുപോലെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് നമുക്കൊരു മറ്റ് പ്രേരകശക്തിയായിട്ട് കേരളത്തിൽ നമുക്കുള്ളത് ജനം ടി വിയുടെ ഒരു നിലപാട് തന്നെയാണ്. അത് തുടർന്നും അങ്ങനെ ആകണം. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇപ്പം നമ്മൾ കുറേ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഈ പ്രശ്നങ്ങളൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങളിലൊന്നും പിന്തിരിഞ്ഞോടുന്നവരല്ല നമ്മൾ.
പ്രശ്നത്തിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോയിട്ട് വിജയം കണ്ടിരിക്കുന്നവരാണ്. ആ വിജയക്കൊടി നമ്മൾ ഭാരതം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് പോലെ കേരളം എത്തും അധികം താമസിയാതെ. അത്തരത്തിൽ ഒരു സംശയം വേണ്ട. ആ ഒരു യാത്രയിൽ ജനൻ ടി വി നമ്മളോടൊപ്പം ഉള്ളത് വളരെ അനുഗ്രഹമാണ്. അത് തികച്ചുണ്ടാകണം, അതെന്ന് സ്മരിക്കപ്പെടും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. യെസ്, ഏതായാലും വളരെ സന്തോഷം, അഭിമാനം ഞങ്ങൾക്കും. ഭക്തർക്കൊപ്പം ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്, ഇന്നിപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ്, അന്നും ഇന്നും ഇനി എന്നും ഞങ്ങൾ ഭക്തർക്കൊപ്പമാണ്. വളരെയധികം നന്ദി. ഓർത്തെടുത്തതിന്, പറയേണ്ടത് പറഞ്ഞതിന്, തുറന്നു പറഞ്ഞതിന് ശ്രീ SJR കുമാർ വളരെയധികം നന്ദി.